ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. വളരെ ചുരുങ്ങിയ ചെലവ് കൊണ്ട് ഒരു അടിപൊളി തട്ടുകട ചിക്കൻ ഫ്രൈ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പീസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചിക്കൻ ലെഗ് പീസ്. പാകത്തിനുള്ള ഉപ്പ്, പാകത്തിനുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, ബ്ലാക്ക് പെപ്പർ, വിനാഗിരി, സുർക്ക, കോൺഫ്ലവർ പൊടി, ഒരല്പം വെള്ളം കുറവുണ്ട്, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഗൈസ്, നമ്മളെ ഇത് മിക്സ് ചെയ്യണതിന്റെ ഇടയിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വീഡിയോയിൽ പെടാൻ മറന്നുപോയി. ഗൈസ്, നമ്മളിതാ ചിക്കന് നല്ല അടിപൊളിയായിട്ട് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നമുക്ക് പിന്നെ റെസ്റ്റിന് വെച്ചിട്ട് നല്ല അടിപൊളി ചിക്കൻ തട്ടുകട ഫ്രൈ ചിക്കൻ ഇവിടെ തയ്യാറാക്കാം. നമ്മളിതാ നല്ല മസാല ഒക്കെ കൂട്ടിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നമ്മളിവിടെ റെസ്റ്റിന് വെച്ചിട്ടുണ്ട്. നല്ല ശുദ്ധമായ ചക്കിലാക്കിയ വെളിച്ചെണ്ണ നമ്മളിവിടെ ഒഴിച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഒരു 3 മിനിറ്റ് ആയി. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാൻ ഒന്നുകൊണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളത് ആ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ അതിൻ്റെ ടെക്സ്ചർ? കണ്ടില്ലേ ടെക്സ്ചർ? നമ്മൾ ഇട്ട മസാലകളൊക്കെ ഒന്നും വിട്ടുപോയിട്ടില്ല. നമ്മളെ ചിലവരെ നമ്മൾ ഈ ഓരോ ചിക്കനൊക്കെ നമ്മൾ ചിക്കനായാലും എന്തായാലും പൊരിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിലധികം ചേരുവകൾ ചേർക്കും. അപ്പോൾ ടേസ്റ്റ് അല്ല അത് വരിക, അതപ്പോൾ രൂപം മാറും. നമ്മളിപ്പോൾ ഇതിൽ പാകത്തിനുള്ള മസാലയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. കണ്ടില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് നല്ല നമ്മൾ ചേർത്ത ആ മസാലകളൊന്നും ഇളകി പോന്നിട്ടില്ല. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നൊരു കഴിച്ചു നോക്കണമല്ലോ. ഗൈസ്, നമ്മളിതാ ഒരു അടിപൊളി തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മൾ ആ മസാല ഒക്കെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റിന് വെച്ചല്ലോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ മസാലയൊക്കെ ഉള്ളിലേക്ക് കയറി പിടിച്ച് പിന്നെ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കുരുമുളക് പൊടി മസ്റ്റായിട്ട് ഇടണം കേട്ടോ. കാരണം മുളക് പൊടി കുറച്ച് കുറഞ്ഞാലും കുരുമുളക് പൊടി മസ്റ്റായിട്ട് ഇടണം. നമ്മൾ ഈ തട്ടുകട നമ്മൾ കഴിക്കുമ്പോൾ നല്ല തട്ടുകട കഴിക്കുമ്പോൾ പൊതുവെ എരിവ് കൂടുതലുണ്ടല്ലോ. നല്ല എരിവ് സ്പൈസി ആയിട്ട് നമുക്ക് കിട്ടാറ്. അപ്പോൾ അതിൻ്റെ രഹസ്യം കുരുമുളക് പൊടി. അതായത് നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങരുത്. നമ്മൾ കടയിൽ നിന്ന് കുരുമുളക് വാങ്ങിയിട്ട് പൊടിപ്പിക്കുക. അതാണ് ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടുള്ളൂ, നാച്ചുറാലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് നമ്മളതാ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ ഒന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.